ഹലോ, എല്ലാവരും എന്തെടുക്കാണ്? ഞങ്ങൾ രണ്ടുപേരുടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. April 1 എൻ്റെ ജന്മദിനമാണ്. ആഘോഷങ്ങളും പരിപാടികളും ഒന്നും ഇല്ലെങ്കിലും പുത്തനെടുപ്പ് അതെനിക്കൊരു വികാരമാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ എന്തൊക്കെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിൽ ഉണ്ടായതെന്ന്. വല്ലപ്പോഴുമായിട്ട് എന്തിനാണ് വീഡിയോ ഇടുന്നതെന്ന് എനിക്കോ യൂട്യൂബിനോ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇന്ന് വളരെ നല്ലൊരു പ്രഭാതമായിരുന്നു. ഓഫ് ഡേ ഒന്ന് ഓണാക്കാനായിട്ട് സന്തത സഹചാരികളായ എൻ്റെ ഫോണ്, ബാഗ്, ലിപ്സ്റ്റിക്ക്, പിന്നെ മറന്നുപോയി എൻ്റെ ഫ്രണ്ട് ദാരു. ഇത്രയായിട്ട് ഞാൻ പോകുന്നത് ഒരു മാളിലേക്കാണ്. ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടും വണ്ടി സ്വന്തമായി ഇല്ലാത്തത് കൊണ്ടും അതിലുപരി ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ടും നമ്മൾ നടരാജനെയും പബ്ലിക് ട്രാൻസ്പോർട്ടിനെയുമാണ് ആശ്രയിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മോള് മാക്സിമോ. വളരെ വൃത്തിയായിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നല്ല കളക്ഷൻസ് ഇല്ല എന്നുള്ളത്. പക്ഷേ KFC ഇവിടെയുള്ളൂ, അതാണ് ഇവിടെ വന്നത്. മാക്സിമോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ പ്രിമാർക്കിലേക്ക് പോകും. കാരണം നല്ല റേറ്റ് കുറവുള്ള സ്ഥലമാണത്. അത് മാത്രമല്ല കുറേ ആക്സസറീസ് കിട്ടിയൂടെ റേറ്റ് കുറവിന്. ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല കുറേ ബാഗുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ പുക്കി ഐറ്റംസ് കിട്ടുന്ന ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ ഇത്. വന്നത് ബർത്ത്ഡേ ഡ്രസ്സ് നോക്കാനാണെങ്കിലും പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഡ്രസ്സിലാണ്. കാരണം ഇവിടെ നൈറ്റ് ഡ്രസ്സിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാം നമുക്ക് കണ്ണിന് പിടിക്കത്തില്ലെങ്കിലും കുറച്ചൊക്കെ കുഴപ്പമില്ലാത്തതുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടികളും റീൽ ഷൂട്ടിങ്ങും ആരംഭിച്ചു. ഞങ്ങൾക്ക് ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫോൺ എടുത്ത് വെച്ചിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമാക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീൽ ഷൂട്ട് ചെയ്ത് തന്നെ ടൈം പോയ വഴി എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ബർത്ത്ഡേ സാധനങ്ങൾ ഒഴിച്ച് ബാക്കി ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാരിപ്പറക്കി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അനാവശ്യമായ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പോയി എന്തെങ്കിലും ലൈറ്റായിട്ട് ഭക്ഷിക്കാമെന്ന് കരുതി. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമത്തിലും യൂട്യൂബ് വീട്ടിലും കുറേ പറഞ്ഞിട്ടുണ്ട് ഇറ്റാലിയൻ കോഫി, ഇറ്റാലിയൻ ക്രോസൻസിനെയൊക്കെ പറ്റിയിട്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ വാചാലയാവുന്നില്ല. ഞാനൊരു ഓറഞ്ച് ജ്യൂസും അവളൊരു കപ്പിച്ചിനോയാണ് പറഞ്ഞത്. കപ്പിച്ചിനോ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഉപകാരം. നമുക്ക് ആവശ്യമില്ലാതെ കുറേ പത അതിനകത്ത് കിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും കപ്പിച്ചിനോ ചൂസ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയത്തുമില്ല. നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് H&Mലേക്കാണ്. അവിടെയും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് കണ്ട വൈറ്റ് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി അത്യാവശ്യത്തിലധികം വന്നു. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു KFCയിലേക്ക് യാത്ര തിരിക്കാമെന്ന്. ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് KFCയിൽ എനിക്ക് ആരോ കൈവശം തന്നിട്ടുണ്ടോ എന്ന് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ചിന്തിക്കാറുണ്ട്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ എനിക്ക് ക്രേവിങ്സ് ഇല്ല. കാരണം നാട്ടിലെ KFC എനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടമല്ല. ഇവിടെ കിട്ടുന്ന ടേസ്റ്റേ അല്ല നാട്ടിൽ കിട്ടുന്ന KFCക്ക്. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ 2 ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, 2 അല്ല, 1 പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷെ അവർ ഞങ്ങൾക്ക് 2 തന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വാഷ്റൂമിൽ പോയി ഈ പ്ലാൻസ് ഒക്കെ കണ്ടോ. എന്തടിപൊളിയായി പ്ലാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയെന്നറിയാതെ കുറേ ടൈം ഞങ്ങൾ വാഷ്റൂമിലും സ്പെൻഡ് ചെയ്തു കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു യൂസും ഇല്ല. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വേറെ കുറച്ച് ഷോപ്സിലൂടെ പോയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഫുഡിൻ്റെ മടി ഞങ്ങളുടെ തലയ്ക്ക് പിടിച്ചതോടെ ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും കണ്ടവനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാൻ പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അവിടെ കിടന്ന് കുറച്ച് നൃത്ത പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. മെട്രോയിൽ പോലും ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ നഗ്നമായ ഒരു സത്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.